നമസ്കാരം സാറേ. നമ്മൾ പറഞ്ഞ മോഡ്യൂൾസുകൾ ഞാൻ സ്കെച്ചപ്പിൽ ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് സ്പീഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സിങ്കിൻ്റെ യൂണിറ്റ് 120 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റും കാര്യങ്ങളും ലേ ഔട്ട് വരും. പക്ഷേ അതിന് മുമ്പേ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയും ചില കാര്യങ്ങൾ എടുത്തു പറയാൻ വേണ്ടിയുമാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. 120 സെൻറ്റിമീറ്റർ. ഇതിനകത്ത് നമുക്ക് വേസ്റ്റ് ബിന്നും ഡിറ്റർജൻറ്റ് റാക്കും ഉള്ള യൂണിറ്റ്സ് ഉണ്ട്. നമ്മളിപ്പം നോർമൽ യൂണിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇതൊരു സ്പേസ് ഫില്ലറാണ്. ഇത് നമ്മുടെ വോളിൽ വരാൻ പോകുന്ന പ്രൊജക്ഷൻ, അതായത് ആ സിമെന്റ് പ്ലാസ്റ്ററിങ് വരുമ്പോൾ ഉള്ള പ്രൊജക്ഷൻ. അപ്പോൾ ആ കാൽക്കുലേഷൻ വെച്ചാണ് ആ സ്പേസർ ഇതിട്ടിരിക്കുന്നത്. ഇത് കോർണർ യൂണിറ്റ്. ഈ കോർണർ യൂണിറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 2 ഡോറും തുറന്നിരും. നല്ല സ്പേഷ്യസ് ആയിരിക്കും. നടുക്ക് ഷെൽഫ് ആയിരിക്കും. നമുക്ക് എവിടെയൊക്കെയാണ് കോർണർ വരുന്നതെന്ന് പറഞ്ഞാൽ 1, 2, 3. ഈ മൂന്നാമത്തെ കോർണർ യൂണിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പം ഈ 3 കോർണർ യൂണിറ്റ് ഓക്കെ. അത് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ഡോർ സ്റ്റോറേജ്, നടുക്ക് ഷെൽഫ് കാണും. ഈ ഷെൽഫിന്റെ ഹൈറ്റ് നമുക്കൊരു 5 സെന്റിമീറ്റർ മേളിലോട്ട് താഴോട്ടാക്കാൻ പറ്റും. ഇവിടെ ഒരു 2 പീസ് കാണും. ഇതും നമ്മളെ ഈ ഒരെണ്ണം സ്പേസറും ഒരെണ്ണം ഈ 2 വോളിലും വരാൻ പോകുന്ന പ്ലാസ്റ്ററിങ്ങിന്റെ മെഷർമെന്റ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇത് കോർണർ യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കോർണർ യൂണിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, കോർണർ യൂണിറ്റ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ഡോറ് സ്റ്റോറേജ്. അപ്പോൾ നമുക്ക് ആ ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഐലൻഡ് കിച്ചണിന് ശരിക്കും ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വരുവേ. ഇതുപോലെ തന്നെ സ്കേർട്ടിങ് താഴെ വരും. അതേപോലെ തന്നെ ബാക്ക് സൈഡും വരും. സോറി, ഈ സ്കേർട്ടിങ് ഈ സൈഡിലും വരും, ബാക്ക് സൈഡും വരും. ഇവിടെ ഒരു എൻഡ് പാനൽ എന്നും പറഞ്ഞൊരു സാധനം വരും. കാരണം ഇവിടെ ഹോൾസ് കാണും. ഈ അടുത്ത യൂണിറ്റായിട്ട് കണക്ട് ആ ഹോളൊന്നും കാണാതിരിക്കാൻ വേണ്ടി അത് ഞാൻ വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇത് 2D പുള്ളൗട്ട്, എണ്ണ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാതെ. ഇത് 35 സെന്റിമീറ്റർ വീതിയുണ്ട്. അത് കാരണം നമുക്ക് അടുപ്പിച്ച് 2 ബോട്ടിൽ വെക്കാൻ പറ്റുന്ന അത്രയും വീതിയുണ്ട്. പിന്നെ ഇത് 52 സെന്റിമീറ്റർ. അതായത് ഇത് 35 ഞാൻ പറഞ്ഞത് ഈ ഫ്രണ്ടിലത്തെ ലെങ്ത് ആണ് പറഞ്ഞത്. ഓക്കെ, ഞങ്ങള് ഇത് ലെങ്ത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. 35 സെന്റിമീറ്റേഴ്സ്. അപ്പം ഇതാണ് 2D പുള്ളൗട്ട്. ഞാൻ 52 എന്ന് പറഞ്ഞാൽ ഈ ഷട്ടറിന്റെ ഹൈറ്റ് ആണ്. 52 സെന്റിമീറ്റർ ഹൈറ്റ്. ഇത് 17 സെന്റിമീറ്റർ ഹൈറ്റ്. ഇതിനകത്ത് നമ്മൾ PVC കട്ട്ലറി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 90 സെന്റിമീറ്റർ ആണ്. ഇത് ശരിക്കും ഈ യൂണിറ്റ് 110 സെന്റിമീറ്റർ. 110 സെന്റിമീറ്റർ വലിപ്പത്തിൽ നമുക്ക് PVC കട്ട്ലറി വരുന്നില്ല. അപ്പം നമ്മൾ മാക്സിമം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള PVC കട്ട്ലറി കസ്റ്റമറിന് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. അപ്പം കട്ട്ലറിയുടെ കാര്യം മാറിയിട്ടാണ് നമ്മളിപ്പോൾ ഹോബും ഹുഡിന്റെ ഒരു ഓഫർ കുറച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ടാൻഡം ബോക്സ് ആണ്. നല്ല സ്പേഷ്യസ് ആണ്. അടുക്കളയ്ക്കകത്തുള്ള എല്ലാ കട്ട്ലറിയും കയറും. താഴെ നമുക്ക് ഒരു 5 ലിറ്ററിന്റെ കുക്കർ മുതൽ ബാക്കി ഫ്രൈയിങ് പാൻ അതുമാതിരിയുള്ള സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റും. ഓക്കെ. അത് കഴിഞ്ഞാൽ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്. പിന്നെ ഇത് പാൻട്രി യൂണിറ്റ്. മേളിൽ ഗ്ലാസും നടുക്കിങ്ങനെ ഷെൽഫ്. ഈ ഷെൽഫിന്റെ ഇടയ്ക്ക് അഡീഷണൽ ഷെൽഫ് വേണമെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ അഡീഷണൽ ഷെൽഫ് വരും. ഈ 4 ഗ്യാപ്പിന്റെയും 4 സ്പേസ് 19 ഇഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 to 50 സെന്റിമീറ്ററിന്റെ അകത്ത് ഈ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നല്ല സ്പേഷ്യസ് ആണ്. 5 kg ഒക്കെ പാക്കറ്റ് ഇതിനകത്ത് ഈസി ആയിട്ട് വെക്കാൻ പറ്റും.
പിന്നെ വോൾ യൂണിറ്റ്സ് സ്റ്റാർട്ടിങ് ഇവിടെ ഒരു സ്പേസർ വരുന്നുണ്ട്. ഈ സ്പേസർ നമുക്ക് ആ ഡോറിന്റെ ഇവിടെ വരുന്ന പ്ലാസ്റ്ററിങ് അത് കൺസിഡർ ചെയ്തിട്ടും, അതേപോലെ തന്നെ ഈ ഡോറിന്റെ ഭിത്തിയോട് ചേർത്ത് വെക്കാം, ഒരു ഭംഗിയും അതേപോലെ ഇതിന്റെ പ്ലേക്കും വേണ്ടി ഇവിടെ ഒരു സ്പേസർ. പിന്നെ ഇത് GTPT യൂണിറ്റ്. ഈ യൂണിറ്റ് തന്നെ 1000 mm അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ വീതിയുണ്ട്. അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസ്, പ്ലേറ്റുകൾ എല്ലാം തന്നെ കഴുകിയിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒറ്റ ഇത് എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് റൈറ്റിലോട്ട് കൊണ്ടുപോകണം. പൊതുവെ GTPയുടെ മേളിൽ ഇവിടെ ഒരു യൂണിറ്റ് വരും. ഇവിടെ ഇപ്പൊ നമ്മൾ യൂണിറ്റ് ഒന്നും വെച്ചിട്ടില്ല. പിന്നെ സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെ വീണ്ടും സ്റ്റോറേജ് യൂണിറ്റ്. ഈ സ്റ്റോറേജ് യൂണിറ്റിന്റെ താഴെ ഒരു സ്മോൾ റാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയും അതേപോലെ ലേ ഔട്ട് ഉണ്ടാക്കുന്ന മുമ്പുള്ള വീഡിയോക്കകത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു രാത്രി ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഉണ്ടാകുന്നത്. അതേപോലെ സാറ് ചോദിച്ച പോലെ ഇതെങ്ങനെയാണ് ഈ ഹോബ്, ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് 90 സെന്റിമീറ്റർ. ഇതുണ്ട് 90 സെന്റിമീറ്ററിന്റെ 90 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ആണ്, ഈ ഗ്ലാസ് ടു ഗ്ലാസ് ആണ് 90 സെന്റിമീറ്റർ. ഈ ഡെപ്ത് വരുന്നത് മേലത്തെ ഗ്ലാസിന് കാട്ടിലും വളരെ കുറവായിരിക്കും. ഇപ്പൊ ഇതിനകത്ത് 53 സെന്റിമീറ്റർ അല്ല, ഇത് ഞാൻ ലേ ഔട്ടിനകത്ത് ഇരിക്കുന്ന ഒരു സേവ്ഡ് പ്രൊഫൈൽ, ഒരു ഡിസൈൻ അങ്ങ് എടുത്തതേ ഉള്ളൂ. നമ്മളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്ന സാധനത്തിന്റെ മെഷർമെന്റ് നമ്മൾ നോക്കും. എന്താണ് 48 സെന്റിമീറ്റർ അകത്തോട്ടും, അതേപോലെ തന്നെ മേളത്തെ ഗ്ലാസ് 53 സെന്റിമീറ്റർ. ഇവിടെ ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ യൂണിറ്റിന്റെയും ബാക്ക് സൈഡിൽ ഒരു സ്റ്റിഫ്നർ കാണും, അല്ലെങ്കിൽ ഒരു 4 സെന്റിമീറ്റർ, ഈ ഫ്രണ്ടിൽ ഒരു 5 സെന്റിമീറ്റർ, ഇങ്ങനെ ഷീറ്റ് തന്നെ ഒരു സ്റ്റിഫ്നർ പോലെ ആക്കി വെച്ചിരിക്കുന്ന, ഷീറ്റ് തന്നെ ഫോമിങ്ങിലൂടെ ആ സ്റ്റിഫ്നർ പോലെ ആക്കി വെച്ചിരിക്കുന്ന. അപ്പം ഓക്കെ, അപ്പോൾ ആ സ്റ്റിഫ്നർ കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള സ്പേസ് ഏരിയ എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49.5. അപ്പൊ നമ്മുടെ അകത്തോട്ട് കട്ട് ചെയ്ത് കയറുന്ന സ്ഥലം 48 സെന്റിമീറ്റർ. 48 സെന്റിമീറ്റർ. ഇത് ചില യൂണിറ്റിന് വരുമ്പോൾ 1-2 സെന്റിമീറ്റർ കുറയും, അത്രേ ഉള്ളൂ. കൂടി വരത്തില്ല. 50 സെന്റിമീറ്റർ ഒന്നും ഒരു യൂണിറ്റിനും ഇല്ല. എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് 50ക്ക് താഴെ ഉള്ള രീതിയിലേ വരത്തുള്ളൂ. അപ്പം അതാണ് അതിന്റെ ഒരു ഭാഗം. പിന്നെ രണ്ടാം ഭാഗം സിങ്ക് ഇതേപോലെ തന്നെ. സിങ്കിന്റെയും കണ്ട, സാറിന് നോക്കിയാൽ കാണാം, കണ്ട സിങ്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തങ്ങ് ഇറങ്ങുക. ഓക്കെ ഓക്കെ സാറേ, ഞാൻ ലേ ഔട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മെഷർമെന്റും കാര്യങ്ങളും വരും. താഴെ ഒരു യൂണിറ്റും കൂടെ, മറ്റേ ആ സ്റ്റോറേജിന്റെ താഴത്തെ ആ യൂണിറ്റിനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിങ് പറയാം. ഞാൻ പറ്റുന്നത്രയും ഞാൻ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കൊട്ടേഷനും അതേപോലെ ലേ ഔട്ട് അയച്ചു തരാം. ഓക്കെ, ക്ലിയർ അല്ലേ?
ഈ ഫ്രിഡ്ജിന് ഒരു ചെറിയ ഇതുണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഫ്രിഡ്ജ് ശരിക്കും സ്റ്റോറേജ് കപ്പാസിറ്റി 322 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം വീട്ടിൽ വെച്ചിരിക്കുന്ന ആ ഫ്രിഡ്ജാണ് ഇത്. കണ്ടോ, ചാടിയേ നിക്കത്തുള്ളൂ. കാരണം ഇനിയും ചാട്ടം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഈ പ്ലാസ്റ്ററിങ് കൂടെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് ചാടും. മാത്രമല്ല ഈ ഫ്രിഡ്ജ് ഇതുപോലെ അങ്ങോട്ട് ഇതുമായിട്ട് അങ്ങ് ചേർന്നിരിക്കത്തില്ല. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ വാതില് ഒരു 5 സെന്റിമീറ്റർ, ഇത് ശരിക്കും ഇപ്പം വാതില് വന്നിട്ട് 90 ഉണ്ട്. 90 എന്നുള്ളത് ഒരു 10 സെന്റിമീറ്റർ കുറയ്ക്കാൻ പറ്റിയാൽ നല്ലത്. അല്ലെങ്കിൽ ഈ പുറത്തോട്ട് ഈ പറഞ്ഞ പോലെ, കാരണം ഇത് 800 സ്റ്റാൻഡേർഡ് ഹൈറ്റ്. ഇല്ലെങ്കിൽ പിന്നെ ഈ കോർണർ യൂണിറ്റ് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഈ കോർണർ യൂണിറ്റ് നോർമൽ കോർണർ യൂണിറ്റ് ആക്കിയാൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് 1000 അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ആയിരിക്കും. ഈ അളവ്, ഈ 100 സെന്റിമീറ്റർ ആയിരിക്കും ഈ അളവ്. ഇത് കുറഞ്ഞ ഡബിൾ ഡോർ കോർണർ വരത്തില്ല, സ്റ്റാൻഡേർഡ് ഇത്. അത് കഴിഞ്ഞ് കൂടിയത് വരും 110 120 വരെ വരും. ഒരു സൈഡ് തന്നെ 120 വരെ വരും. അപ്പോൾ കുറയ്ക്കാൻ ഇവിടെ നമുക്ക് ഈ സ്ഥലം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് നോർമൽ കോർണർ യൂണിറ്റിലോട്ട് പോയാൽ ഈ ഏരിയ നമുക്ക് കിട്ടും. ഇത് നമുക്ക് കുറച്ചും കൂടെ വലിപ്പം കുറച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്കെച്ചപ്പിലൂടെ നമുക്ക് കസ്റ്റമറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ സാറേ, താങ്ക് യു.